മനുഷ്യർക്കറിയാത്ത മറ്റനേകം വസ്തുക്കൾ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. രാവും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു. അതോടെ ഇവർ ഇരുളിലകപ്പെടും. സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിന്റെ സൂക്ഷ്മമായ പദ്ധതി അനുസരിച്ചാണ്. ചന്ദ്രനും നാം ചില മണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിലൂടെ കടന്നുപോയി അത് ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ട് പോലെയായി തീരുന്നു. ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് സാധ്യമല്ല. പകലിനെ മറികടക്കാൻ രാവിനുമാവില്ല. എല്ലാ ഓരോന്നും നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണ്. ഇവരുടെ സന്താനങ്ങളെ നാം ഭാരം നിറച്ച കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയതും ഇവർക്കൊരു ദൃഷ്ടാന്തമാണ്. ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നാം ഇച്ഛിക്കുന്നുവെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലും. അപ്പോൾ ഇവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല. ഇവർ രക്ഷപ്പെടുകയുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാത്തത് നമ്മുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇവർ നിശ്ചിത പരിധി വരെ ജീവിത സുഖം അനുഭവിക്കാൻ. നിങ്ങൾക്ക് മുമ്പിൽ സംഭവിക്കാനിരിക്കുന്നതും പിറകിൽ സംഭവിച്ചു കഴിഞ്ഞതുമായ വിപത്തുകളെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം എന്ന് ഇവരോട് ആവശ്യപ്പെട്ടാൽ ഇവരത് തീരെ ശ്രദ്ധിക്കുകയില്ല. ഇവർക്ക് തങ്ങളുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊന്ന് വന്നെത്തിയാലും ഇവരത് പാടെ അവഗണിച്ചു തള്ളുന്നു. وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ مَن لَّوْ يَشَاءُ